എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എല്ലാവരും കേൾക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആലങ്കോട് നടന്നൊരു സംഭവമാണ്. അവിടെയെന്ന് വെച്ചാൽ ഒരു 4-6 മാസം കൊണ്ട് ഒരു വീടിന് നേരെ നിരന്തരമായിട്ട് ആക്രമണം ഉണ്ടാവുകയാണ്. ആക്രമണം എന്ന് വെച്ചാൽ അവരുടെ CC ക്യാമറ അടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ CC ക്യാമറ അവർ 3-4 CC ക്യാമറ മാറ്റി വെച്ചു പലപ്പോഴായിട്ട്. അതെല്ലാം അടിച്ച് തകർക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ അവരെ വീട്ടിൽ കല്ലെറിയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. മാത്രമല്ല അമ്മാതിരി അവരെ വീട്ടിൽ ഭീകരമായ അന്തരീക്ഷം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിതിൻ്റെ പേരിൽ ഒരു 10-16 തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. പോലീസിൽ തന്നെ പിടിപാടുള്ള ഉന്നതരുടെ അടുത്തേക്ക് വരെ ഇവർ പരാതിയുമായിട്ട് പോകുന്ന സമയത്തൊക്കെ 24 മണിക്കൂറിനകം വെച്ചിട്ട് അവരതിന് മേൽ നടപടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ അനുനയിപ്പിച്ച് വിടുന്നുണ്ടെങ്കിലും കാര്യമൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നീട് ഇപ്പോൾ അവസാനമായിട്ട് സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഇവരുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞിരിക്കുകയാണ്. പെട്രോൾ ബോംബ്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അവരുടെ കാറ് പൂർണ്ണമായും കത്തി നശിച്ചു പോയി. ആ കുടുംബനാഥൻ്റെ കാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ ഗ്യാസ് കുറ്റി പുറത്തായിരുന്നു ഇരുന്നത്. അത് ഭാഗ്യം പോലെ അവർ പെട്ടെന്ന് തന്നെ അതെടുത്ത് അകത്തേക്ക് മാറ്റി. അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പിന്നീട് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളൊക്കെ പാനിക്കാണ് ഇത് കാരണം. ഭാര്യ അവരെല്ലാവരും ശരിക്കും പേടിച്ചിരിക്കുകയാണ്. കാരണം നിരന്തരം ഈ ഒരു 16 വയസ്സുള്ള പിള്ളേരാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായിട്ടുള്ള കാര്യം. ഒരു 3-4 കുട്ടികൾ. ഇവരുടെ പേരിൽ വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗൃഹനാഥനും കുടുംബവും പോലീസിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പരാതിപ്പെടുമ്പോഴൊക്കെ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കുട്ടികൾ മൈനറാണ്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, മൈനറായിട്ടുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാലും വേറെ പ്രശ്നമൊന്നുമില്ലേ? ഈ മൈനറായിട്ടുള്ള ആളുകളെ ഇടാൻ വേണ്ടിയിട്ടല്ലേ ദുർഗുണ പരിപാഠശാല എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ ഇവർ സമൂഹത്തിൽ ഈ 16 വയസ്സുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല നമ്മുടെ നിയമ സംവിധാനത്തിന് എങ്കിൽ നാളെ ഈ കുട്ടികൾ എന്തായിത്തീരും? ഈ കുട്ടികൾ 16 വയസ്സിൽ ഇത്രയും അക്രമവാസന കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് 10, 20, 27, 30 വയസ്സ് പ്രായം എത്തുമ്പോൾ നമ്മുടെ നാടിനെ തന്നെ കത്തിച്ച് കളയാനുള്ള അത്രയും ക്രിമിനലായി മാറും ഈ കുട്ടികൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താ നമ്മുടെ പോലീസ് ചെയ്യുന്നത്? ക്രിമിനൽസിനെ വളർത്താൻ വേണ്ടിയിട്ടാണോ? ക്രിമിനൽസിനെ വളർത്താൻ വേണ്ടിയിട്ടാണോ നമ്മുടെ കേരള പോലീസ് ഇങ്ങനെ നിലകൊള്ളുന്നത്? അല്ലല്ലോ. ഒരുപാട് കേസുകൾ നിഷ്പ്രയാസം തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ പോലീസ്, അല്ലേ? ഒരുപാട് കേസുകൾ, വളരെ മനസാക്ഷിയും ഒക്കെയുള്ള പോലീസുകാരുണ്ട് നമുക്കിടയിൽ. അവർ ഒരുപാട് കേസുകൾ, എത്രയോ അമ്മമാരുടെ കുടുംബത്തിലുള്ളവരുടെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് അവരുടെ കുടുംബത്തിനെ വളരെ സൂക്ഷ്മമായിട്ട്, കുടുംബത്തുള്ളവരെ കൊല ചെയ്തിട്ടുള്ളവരെയൊക്കെ ചെവിയും അറിയാതെ അറസ്റ്റ് ചെയ്ത് ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കി കൊടുത്ത പോലീസുകാരൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് എല്ലാ പോലീസുകാരും ഇത്തരക്കാരാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിന് നേരെ നിങ്ങൾ ഇന്ന് മുഖം തിരിച്ച് നിൽക്കുമ്പോൾ 10-16ഓളം കേസുകൾ ഈ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ ഒരു പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ മൈനറാണ് എന്ന് പറയുമ്പോൾ പോലീസുകാരെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ ഇന്ത്യയിലെ ഒരു പൗരൻ തന്നെയാണല്ലോ, ഞാൻ മറ്റൊരു കേസുകളിലും പ്രതിയുമല്ല. അപ്പോൾ ജനാധിപത്യം ആയ ഈ ഒരു രാജ്യത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഒരു രാജ്യത്തുണ്ട് എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ തുറന്നു ചോദിക്കട്ടെ, എൻ്റെ പൊന്നു സാറന്മാരെ, നിങ്ങൾ എന്താ ഈ ക്രിമിനലുകളെ വളർത്താനുള്ള പരിപാടിയാണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഇവരെയൊക്കെ ഈ കുഞ്ഞു പ്രായത്തിലെ ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ഇവരൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പോലും ഭയപ്പെടുന്ന തരത്തിലുള്ള ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളുകളായി മാറും ഈ കുട്ടികൾ. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ 16 വയസ്സിൽ ഈ കുട്ടികൾ ഇത്രയും ആക്രമണ സ്വഭാവം കാണിക്കുന്നെങ്കിൽ
കാരണം ഞാൻ 19ഉം 18 വയസ്സും ആവാറായ 2 കുട്ടികളുടെ അമ്മയാണ്. മനസ്സിലായില്ലേ? എൻ്റെ മകനാണ് ഇത് കാണിച്ചതെങ്കിലും ഞാനിതേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? സമൂഹത്തിന് നമ്മുടെ മക്കളെ നമ്മളാണ് ജന്മം നൽകി വളർത്തുന്നത്. അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നമ്മൾ മാതാപിതാക്കൾ അർഹരാണ് എന്ന് കരുതിയിട്ട് അവർ പുറത്തിറങ്ങി അവർ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് എന്താ പറയുന്നത്, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാൻ പറ്റും സാറന്മാരെ. അടയ്ക്കാമരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ഇപ്പോൾ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലൊരു വാർണിംഗ് കൊടുത്ത് നിങ്ങൾക്ക് ആദ്യം അവർ തെറ്റ് ചെയ്തപ്പോൾ ഈ വീട്ടുകാർ നിങ്ങളെ അടുത്ത് വന്ന് പരാതി പറഞ്ഞ സമയത്തിന് ഈ പറയുന്ന കുട്ടികളെ നിങ്ങൾ സ്റ്റേഷനിൽ വിളിപ്പിച്ച് നല്ല രീതിയിൽ പേടിപ്പിച്ചങ്ങ് വിടായിരുന്നു. നിങ്ങൾക്ക് തല്ലണ്ട, അവരെ തല്ലാൻ പറയുന്നില്ല നമ്മൾ, നല്ല രീതിയിൽ താക്കീത് കൊടുത്ത് ഭയപ്പെടുത്തി വിടാമായിരുന്നു. എങ്കിലും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു പേടിയെങ്കിലും ഉണ്ടായിരുന്നേനെ. ഇതിപ്പോൾ ഒരു 4-6 മാസം കൊണ്ടേ ഒരു വീട്ടുകാരെ ഇത്രയധികം ഈ കുട്ടികൾ ഇങ്ങനെ വേറെ ആരോടുമില്ല. ആ ഏരിയയിൽ ഒരുപാട് വീട്ടുകാരുണ്ട്, ജനപ്രതിനിധികൾ വരെ ഇടപെട്ട കേസാണിത്. അവർ പോലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസുകാരുടെ അടുത്തൊക്കെ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ ചേർന്നിട്ട് 8-10 ദിവസത്തോളം ഉണർന്നിരുന്നിട്ടുണ്ട് അത്രേ, ഈ പിള്ളേർ വരുന്നെങ്കിൽ പിടിക്കാമെന്നും പറഞ്ഞിട്ട്. ഈ പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടിന് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. അവർ ഫുൾ ടൈം വീടിനകത്ത് വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ പാനിക്കാണ്. ഈ കുട്ടികൾക്ക് 16 വയസ്സുള്ളത് കാരണം ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്ന ഭാഷ്യം. അപ്പോൾ ചോദിക്കട്ടെ, ഈ ഗൃഹനാഥൻ്റെ മക്കളും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, അവർക്കെന്താ നിയമ സംരക്ഷണമൊന്നും വേണ്ടേ? അവർ ഭാവിയിൽ അവരിതൊക്കെ കണ്ടും പേടിച്ചും ഇവരൊരു മാനസിക രോഗികളായി ആ 2 കുട്ടികൾ മാറിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ആര് സമാധാനം പറയും? പറയൂ സാറന്മാരെ. ഈ പറയുന്ന മനുഷ്യനെന്താ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? നമ്മുടെ രാജ്യം ഇന്ത്യയല്ലേ? നമ്മുടെ രാജ്യത്തല്ലേ ഇവരും ജീവിക്കുന്നത്? ഇവരെന്താ മനുഷ്യരല്ലേ? ഇവരുടെ ഈ 2 കുട്ടികൾക്ക് ഭയം മൂത്ത് ഇവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, ഇവരൊരു മനോരോഗത്തിന് അടിമകളായി കഴിഞ്ഞാൽ ആരതിന് ഉത്തരവാദിത്വം ഏൽക്കും? ഈ കുട്ടികളും നമ്മുടെ ഇന്ത്യയുടെ അവകാശികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്കും അവകാശമുണ്ട് നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളും ഭയപ്പെട്ടാണ് ഓരോ ദിവസവും വീട്ടിൽ കഴിയുന്നത്. വീട്ടുമുറ്റത്ത് കിടക്കുന്ന കാറ് പെട്രോൾ ബോംബ് എറിഞ്ഞ് കത്തി അമരുന്ന ദൃശ്യം കണ്ട് പേടിച്ച് വിളിച്ച് കുഞ്ഞുങ്ങൾ അവർ ഭയന്നു. ഇവന്മാർ വരുന്നത് മുഖമൊക്കെ മറച്ചും ഒക്കെയാണ് ഇവന്മാർ വരുന്നത്. ഇവന്മാരുടെ വേഷം കാണുമ്പോൾ തന്നെ ഈ കുട്ടികൾ പേടിക്കുന്നുണ്ട്, ഭാര്യ പേടിക്കുന്നുണ്ട്. എന്തുവാ ഇത്? ക്രിമിനൽസിനെ വളർത്താനായിട്ട് കൂട്ടു നിൽക്കരുത് സാറന്മാരെ, ഒരിക്കലും കൂട്ടു നിൽക്കരുത്. യുവന്മാരിന്ന് അടയ്ക്കയാണ്, വെറും അടയ്ക്ക. കുറച്ച് കഴിഞ്ഞ് യുവന്മാർ അടയ്ക്കാമരം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ചാൽ കിട്ടത്തില്ല. ഒരു പക്ഷേ നിങ്ങളുടെ നേരെ നിന്ന് നമ്മൾ പലരെയും കാണുന്നതാണ്. പല ക്രിമിനൽസും പോലീസിനെ കുത്തി വീഴ്ത്തുന്നതും വെട്ടി വീഴ്ത്തുന്നതും ഒക്കെ നമ്മൾ ന്യൂസിൽ കൂടെ കാണുന്നതാണ്. 16 വയസ്സുള്ള കുട്ടികൾ ഇത്രയേറെ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇവർക്ക് 30 വയസ്സോ 20 വയസ്സോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ റൂട്ട് ഏത് രീതിയിലാവും? അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇതുപോലെയുള്ള ക്രിമിനൽസിനെ ഡെയിലി കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ പോലീസുകാരൊക്കെ. എന്നിട്ട് ഇദ്ദേഹം മേലാളന്മാരെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു, മേലോഫീസർമാരെ. എന്നിട്ടും നടപടി ഉണ്ടായില്ല. പറയുന്നത് ഇവർ ചെറിയ കുട്ടികളാണ്, ഇവർ മൈനറാണ് എന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. അതെന്താ? മേജറായിട്ടുള്ള ആളുകൾക്ക് എന്താ ജീവിക്കാനുള്ള അവകാശമില്ലേ? എന്തുവാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മക്കളെന്താ? ആ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ മക്കൾ കൊള്ളില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് അനുഭവിക്കാനുള്ള യോഗ്യത അവർക്ക് ജന്മം കൊടുത്ത അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കും. സമൂഹത്തിൽ മറ്റൊരാൾക്കുമില്ല അവരെ സഹിക്കാനുള്ള ബാധ്യത. എന്താ സാറന്മാരെ, ഇവർ പ്രായപൂർത്തിയല്ലാത്ത കുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ ഇടാനല്ലേ ഈ ദുർഗുണം പാഠശാല, ജുവനൈൽ ഹോം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത്? എനിക്ക് വലിയ അറിവൊന്നുമില്ല, എൻ്റെ കേട്ടറിവോടുകൂടി ഞാൻ ചോദിക്കുന്നതാണ്. ഇനി പറഞ്ഞു പോയത് അബദ്ധമാണെങ്കിൽ ക്ഷമിച്ചേരെ.
ഈ ഒരു വിഷയം നിങ്ങൾ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇന്ന് ഇതിവിടെ സംഭവിക്കുന്നെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം. ആർക്കും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് ന്യായമായ കാര്യത്തിന് നമുക്ക് ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം ഈ പറയുന്ന പോലീസുകാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെയൊക്കെ നമ്മൾ കൊടുക്കുന്നതുമായിട്ടുള്ള നമ്മുടെ GSTയും ടാക്സും ഒക്കെ കൊണ്ടാണ് ഇവർക്കും സാലറിയൊക്കെ കൊടുക്കുന്നത് സർക്കാർ. അതുകൊണ്ട് നമുക്ക് വിമർശിക്കാനുള്ളിടത്ത് മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഭാഷാശുദ്ധി എപ്പോഴും പ്രധാനമാണെന്ന് മാത്രം. അതുകൊണ്ട് എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഈ ഒരു വീട്ടുകാർ എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുന്നത്? അതിനൊക്കെ പാപം എന്താ ചെയ്തത്? ആ മനുഷ്യൻ്റെ കാല് വെന്തു, കാല് പൊള്ളി, നല്ല രീതിയിൽ പൊള്ളി. ആ ഒരു വീട്ടിനുള്ളിൽ തീ പിടിച്ചിരുന്നെങ്കിൽ, ആ എറിഞ്ഞ ബോംബിൻ്റെ ആ ഒരു ഇതിൽ വീടിനകത്ത് തീ പിടിച്ചിരുന്നെങ്കിൽ ഇവരുടെ ആ ഒരു ഫാമിലി മുഴുവനും അതിനകത്ത് കിടന്ന് വെന്ത് മരിച്ചേനെ. അപ്പോഴും നിങ്ങൾ പറയുമോ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് അവരെന്ന്? അങ്ങനെ പറയുമോ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെന്ന്? ആ സമയത്തും പറയുമോ? ക്രിമിനൽസിനെ വളർത്തരുതൊരിക്കലും. അതിന് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഒരു ക്രിമിനൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കി ആ ഒരു രീതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മളവരെ വളം വെച്ചു കൊടുത്ത് കൊച്ചു കുട്ടികളെ പോലും ക്രിമിനൽസ് ആക്കാൻ വേണ്ടിയിട്ട് ആരും കൂട്ടു നിൽക്കരുത്. അതൊരിക്കലും നല്ലതിനല്ല. ഇന്ന് 16 വയസ്സുള്ള കുട്ടി നാളെ അതിനേക്കാൾ മൂത്ത് 10, 30, 35 വയസ്സുള്ള ഒരു കുട്ടിയല്ല. ആ ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ ആർക്കും പറ്റില്ല. ഈ പറയുന്ന ഇന്ന് അവർക്ക് കൂട്ടു നിൽക്കുന്നവർക്ക് പോലും പറ്റില്ല അവരുടെ നേർക്ക് നിൽക്കാൻ. എന്തായാലും ഞാൻ ഈ വിഷയത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം കാണിച്ചു തരാം. അല്ലെങ്കിൽ പലരും പറയും ഞാൻ ഈ സബ്ജക്റ്റ് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ കണ്ണിൽ ഇതൊക്കെ വാരി തേച്ചിട്ട് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുട്ടികൾ തന്നെ ഇതായി. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരു തവണ ഇതിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഇവന്മാരെ എടുത്തിയായിട്ട് കൊടുക്കണം. മൃഗീയമായി മർദ്ദിച്ച് കൊല്ലുക എന്നുള്ള ശ്രമത്തിലാണ് ഇന്നലത്തെ മർഡർ അറ്റംപ്റ്റ് ആണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ വധശ്രമമാണ് നടന്നത്. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും ഇങ്ങനെ ഈ വേഷം കെട്ടി നടക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് ഒന്നും അണച്ചിരുത്തി അല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏത് നാട്ടിൽ നടക്കും? നമ്മൾ ഇത്രയും ഒരു ക്രൈം ഇവിടെ നടന്നിട്ട് അതിന് കൃത്യമായ അന്വേഷണം നടത്താനോ കണ്ടെത്താനോ സാധിക്കുന്നില്ലെന്ന് പറയുന്നത് ഈ ക്രൈം ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു പ്രചോദനം കൊടുക്കുകയാണ്. നമസ്കാരം, ഇത് ആറ്റിങ്ങൽ ആലങ്കോട് പള്ളിമുക്കാണ്. 3 പ്രായപൂർത്തിയാകാത്ത 3 ചെറുപ്പക്കാരുടെ വിളയാട്ടം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ വാസന കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് ഒരു കുടുംബം. ഇന്നലെ രാത്രി 11:45 കൂടി പെട്രോൾ ബോംബ് എറിഞ്ഞ് ഇവിടുത്തെ ഒരു കാർ കത്തിച്ചു. അതിന് തൊട്ട് മുന്നായി ഇവിടെ കയറി ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് CCTV ക്യാമറ എല്ലാം അർത്ഥകൊണ്ട് പോയിരുന്നു. അതിന്റെ CCTV വിഷ്വൽസ് ഒക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും എന്റെ ഈ വീടിന്റെ ഉടമസ്ഥൻ അതിന്റെ ഗൃഹനാഥൻ നിങ്ങളോട് പോകേണ്ടത് എന്താ സംഭവിച്ചത്? ഈ സംഭവം എന്ന് പറഞ്ഞാൽ 6 മാസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ട് അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നു. പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ വീടിനകത്തുള്ള ഈ കേബിള് വയറുകൾ ഇങ്ങനെയുള്ള കട്ട് ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ അടിച്ചു പൊട്ടിക്കുന്നു, പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞു അങ്ങനെ നിങ്ങൾ CC ക്യാമറ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ CC ക്യാമറ വയ്ക്കുന്നു. CC ക്യാമറ വെച്ചിട്ട് ഒരു 12ാമത്തെ ദിവസം ആ 2 ക്യാമറ എടുത്തിട്ട് പോകുന്നു. മുഖത്തൊക്കെ ഇതൊക്കെ വെച്ചിട്ട് മുഖം മൂടിയൊക്കെ വെച്ചിട്ട് വന്നു. പക്ഷെ അന്ന് ഫിംഗർ പ്രിന്റ് എന്നുള്ള ലെവലിന് അന്ന് ആൾ വന്നപ്പോൾ അതിൻ്റെ ഫിംഗർ പ്രിന്റ് ഇതൊക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ ഞങ്ങൾ ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് വിട്ടു. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് അപ്പോൾ അവർ പറഞ്ഞു ആ ക്യാമറ എടുത്തിട്ട് പോയപ്പോൾ പറഞ്ഞു വീണ്ടും ക്യാമറ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ ക്യാമറ എടുത്തിട്ട് പോകുന്നു, പിന്നെ ക്യാമറ വയ്ക്കുന്നു, എടുത്തിട്ട് പോകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലിസമാണ് ഈ ചെയ്യുന്നത്. അവസാനം ഞങ്ങൾ തന്നെ പിന്നെ ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കുകയാണ്. ഈ കുറ്റവാളികളെ കണ്ടുപിടിച്ച് ഇവരുടെ എല്ലാ എവിഡൻസും ഉൾപ്പെടെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് ഹാജരാക്കുന്നു. അതായത് ഇവിടുന്ന് എടുത്തിട്ട് പോയ ക്യാമറ ഇവർ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് അവരുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം പോലും ഇവർക്കെതിരെ ഒരു കേസ് എടുക്കുന്നില്ല. കാരണം പറയുന്ന 16 വയസ്സേ ആയിട്ടുള്ളൂ.
അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ട് എൻ്റെ വൈഫിനെയൊക്കെ കയ്യേറ്റം ചെയ്തു. അതെ ഡിസേബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പം പുള്ളി ശ്രീ ചിത്രയുടെ ഒരു അംഗപരിമിതിയാണ്. അതെ, അതോടെ ചികിത്സ ചെയ്തു. അപ്പോൾ അങ്ങനെ എന്നിട്ട് പോലും ആ കേസിന് യാതൊരു ഇതുമില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ CC ക്യാമറ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരെ പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് പിന്നെ ഉണ്ടാക്കി അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ CC ക്യാമറ ഒന്നും ഇപ്പം തെളിവായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊള്ളാമല്ലോ. CC ക്യാമറയിൽ നിന്ന് തെളിവായിട്ട് എടുക്കില്ലെന്നോ? പിന്നെ എന്തിനാ CC ക്യാമറ മുക്കിനിങ്ങനെ വെച്ചിരിക്കുന്നത്? കാണാനാണോ? ഇദ്ദേഹം പറയുന്ന കേട്ടില്ലേ, CC ക്യാമറയുടെ വിഷ്വൽസും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ CC ക്യാമറയിൽ നിന്ന് ഇപ്പോൾ തെളിവായിട്ട് എടുക്കില്ല, ഇതിങ്ങനെ ആസൂത്രണമായിട്ട് ആളുകൾ തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നത്. അതെന്ത് പറച്ചിലാണ്? നിങ്ങൾ പല കേസുകളിലും ഒരു ആളിനെ കാണാതാവുമ്പോൾ തന്നെ നിങ്ങൾ CCTV വിഷ്വൽസ് വെച്ചിട്ടല്ലേ ഇപ്പോൾ കൂടുതലായിട്ടും ആ ഒരു തെളിവിൻ്റെ പേരിലല്ലേ നിങ്ങൾ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തപ്പെടുന്നത്. അതൊരു കൊലപാതകമായാലും അതൊരു കൊള്ളയടിയായാലും എന്ത് തന്നെയാണെങ്കിലും. പിന്നെ ഇതെന്ത് പറച്ചിലായി പറയുന്നത് സാറന്മാരെ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും. ഞങ്ങള് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കേസ് കൊടുക്കുന്നു. കേസ് ഞങ്ങൾ പോയി പോലീസിന്റെ പറയുന്നു. പോലീസ് ആ സെക്കൻഡ് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് അല്ലേ. തിരുവോണത്തിന്റെ അന്ന് ഇതിന് ലാസ്റ്റ് അവസാനമായിട്ട് തിരുവോണത്തിന്റെ അന്ന് വന്ന് രണ്ടാമത് വീണ്ടും ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് എൻ്റെ വണ്ടിയുടെ അന്ന് മെയിൻ ഗ്ലാസ് എറിഞ്ഞു. അത് സത്യം പറഞ്ഞാൽ വണ്ടി ഗ്ലാസ് കൊണ്ട് പക്ഷെ അത് രണ്ടായിട്ട് പോയി, കല്ല് രണ്ടായിട്ട് പോയി. അന്ന് ഞങ്ങൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. പോലീസ് വരുന്നു, ഇവിടെയൊക്കെ നോക്കുന്നു, അങ്ങ് പോകുന്നു. ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 11:48 ഇവർ വരുന്ന പെട്രോൾ ബോംബ് എറിയുന്നു. ഞാൻ വീട്ടിനകത്താണ് 5 ലിറ്ററിന്റെ ക്യാനാണ് ഇവർ കൊണ്ടുവന്നത്. കാരണം നല്ല ഇവരെ സംബന്ധിച്ച് ഞങ്ങൾ തിരക്കപ്പെടുന്ന ഇവർ ഒരു ബോൺ ക്രിമിനൽസ് ആണ്. അതായത് കഴിഞ്ഞ ഈ തിരുവോണത്തിന് മുന്നിലുള്ള കഴിഞ്ഞ തിരുവോണത്തിൽ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട് ആക്രമിച്ച് അതിനകത്ത് അവിടെ ആളില്ലായിരുന്നു. അവിടെ കുത്തി തുറന്ന് അകത്ത് കയറി അവിടുന്ന് മ്യൂസിക് സിസ്റ്റം ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് പിന്നെ കിണറിൽ കൊണ്ട് തള്ളി. പോലീസ് വന്നപ്പോൾ ഇവര് പറഞ്ഞ് ഞങ്ങള് മൈനറാണ്, തൊട്ടാല് ഞങ്ങൾ ഇവിടെ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിനെ അവരെ വരട്ടി പോയെന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ ചെറുതായിട്ടുള്ള എല്ലാവിധ എങ്ങനെയാ തൊട്ടാ തൂങ്ങിച്ചാവാൻ പറ്റുന്നത്? ഇവരെ ഇങ്ങനെ ചുമ്മാ തൊട്ടിട്ടങ്ങ് പോവരുത്. ഇവരെ കൂട്ടിക്കൊണ്ട് പോകണം. കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലെയുള്ള കൊച്ചു മൈനറായിട്ടുള്ള ആളുകളെയൊക്കെ പാർപ്പിക്കുന്ന ജയിലുകളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജുവനൈൽ ഹോമും ദുർഗുണ പാഠശാല എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ളതല്ലേ? എൻ്റെ സംശയമാണ്. എനിക്ക് അധികം പഠിപ്പും വിവരമൊന്നും ഇല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മൈനറായിട്ടുള്ള കുട്ടികളെ ഇടുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെങ്ങനെ തൂങ്ങിച്ചാവാനാണ്? അവിടെ ഇവർ നോക്കാനായിട്ട് ആളുണ്ടല്ലോ. ഇതിനപ്പുറമുള്ള ആളുകളല്ലേ അവിടെ കിടക്കുന്ന ആളുകൾ. മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. വീട്ടിൽ 2 കുട്ടികളും. അതെ, എന്റെ കുട്ടികൾ ഇതിന് ശേഷം അവരൊരു പാനിക് കണക്കാണ്. കാരണം ഇവര് സെൻട്രൽ ഹാള് ഇപ്പൊ ഞങ്ങളുടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവര് റൂമിലോട്ട് പോകില്ല. അവർക്ക് പേടിയാണ്. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുട്ടികളെല്ലാം ഒരു വഴിയായി. കാരണം അവർ ഒരു നമുക്കറിയാലോ നമ്മുടെ 5-6 വയസ്സായ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇതിങ്ങനെ സ്ഥിരമായിട്ട്. കാരണം ഇയാളെ ഈ മുഖമൊക്കെ വന്ന് കാണുകയാണ്. രാത്രിയൊക്കെ വന്ന് കാണും, മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് കണ്ണിലൊക്കെ നിറയെ കറുത്ത ഇതൊക്കെ വാരി തേച്ചിട്ടൊക്കെ വരണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഈ കണ്ണിൽ ഇതൊക്കെ വാരി തേച്ചിട്ട് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുട്ടികൾ തന്നെ ഇതായി. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരു തവണ ഇതിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ഇവന്മാരെ എടുത്തയായിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നം നമുക്ക് സ്ഥിരമായിട്ട് തന്നെ. അവസാനം ഞങ്ങൾ ഇത് DYSPക്ക് കൊടുക്കുന്നു, SP കൊടുക്കുന്നു, CWCയിൽ കൊടുക്കുന്നു. CWC കൊടുത്തപ്പോൾ അവിടുത്തെ സാറ് പറയുന്നു നിങ്ങൾ 24 hours ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ചലനവും ഇല്ല. ഞങ്ങൾ വിളിക്കുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയാണ്, നമ്മൾ അന്വേഷിക്കണം. ഈ അന്വേഷണത്തിന്റെ അവസാനം എന്റെ വീട് ഇന്നലെ ബോംബെറിഞ്ഞ് ഞങ്ങൾ മരിക്കാനുള്ളതാണ്. അതെ. ആ സമയത്ത് വ്യക്തിപരമായി ഇടപെട്ടത് കൊണ്ട് വീട് മൊത്തം കത്തിയില്ല. അല്ലെങ്കിൽ ഈ കുരുന്നുകൾ ഉൾപ്പെടെ വെന്തുരുകേണ്ട അവസ്ഥ ഉണ്ടായില്ല. ചേട്ടാ, ഈ മൈനർ എന്ന് പറയുന്ന അവർക്ക് ഉള്ള പോലെ തന്നെ അവകാശം ചേട്ടന്റെ മക്കൾക്കും ഉണ്ട്. ഉറപ്പായിട്ടും. ഞാൻ ഈ വാർഡിന് തൊട്ടടുത്ത പഞ്ചായത്ത് മെമ്പറാണ്, കരവാരം പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ്.
നമ്മുടെ നാട്ടിൽ കേൾവി പോലും ഇല്ലാത്ത സംഗതികളാണ് നടന്നിരിക്കുന്നത്. ഒരാൾക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ഭവനത്തിൽ അവരുടെ ഭാര്യ മക്കളോടൊപ്പം കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ, മൈനറോ മേജറോ ഏതാവട്ടെ വിഷയമല്ല. പക്ഷേ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് കുട്ടികൾ വീണ്ടും വീണ്ടും ഈ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവർക്കും മൈനറിലുള്ള അതേ അവകാശം തന്നെയാണ് മേജറിനുമുണ്ട്. അവർക്ക് കുടുംബപരമായി അവർക്ക് ചുറ്റുപാട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇത് എവിടെ നടക്കും? നമ്മുടെ നാട്ടിൽ കേട്ട് കഴിവുള്ള നമ്മളെ മണിപ്പൂർ മറ്റ് സംസ്ഥാനങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാള് 16 കേസുകളുമായി നിയമ പോരാട്ടത്തിൽ പോയിട്ട് നീതി കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും ഇതിന് ഇത് വെച്ച് പൊറപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ഇത് ഗ്യാസ് കുറ്റി തന്നെ ഇന്നലെ രാത്രി വെളിയിലിരുന്നാണ് അവർ കണ്ടോണ്ട് ആ ഗ്യാസ് കുറ്റി എടുത്ത് അകത്ത് വെച്ചോണ്ട്, അല്ലെങ്കിൽ വീട് മൊത്തം കത്തി തന്നെ ഈ അതിനകത്തുള്ള ആളുകളെയും സ്ഥിതി എന്തായിരുന്നു എന്ന് ഇനി നമ്മൾ ദൈവത്തിന്റെ കോടതി പോലും നമുക്കത് പറയാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, എന്ത് പ്രശ്നമുണ്ടായാലും ആരാണോ യഥാർത്ഥ പ്രതികൾ അവരെ വിളിച്ചത് കൊണ്ടുവരണം. ഇനി അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. അതില്ല, ഒരു പൊതു വിപത്താണ്, സാമൂഹ്യ വിപത്ത് എന്ന് നമ്മൾ പറയില്ലേ. ഒരാൾക്ക് സ്വസ്ഥമായി സമാധാനമായി അവരെ ഭാര്യ മക്കളോടൊപ്പം അവരെ വീട്ടിൽ കഴിയാനുള്ള അവസ്ഥ നമ്മൾ പൊതുപ്രവർത്തകർ നമുക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ 4 മാസമായി നമ്മൾ അനുഭവിക്കുന്ന മാനസിക വ്യതയും കൂടെ ആലോചിക്കണം. നമുക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് പോലീസിൽ പറയാൻ കഴിയുന്നുണ്ട്. അത് ഇവിടെ ആളുകൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം ഇതിന് എന്താണെന്ന് അറിയാൻ പിടിക്കാൻ നിന്നിട്ടുണ്ട്. ഇതൊക്കെ നിന്നിട്ടുണ്ട്. അത് പോലീസിന്റെ അറിവോട് തന്നെയാണ്. എന്നിട്ട് പോലും നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയും കൂടെ നോക്കണം. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും ഇങ്ങനെ ഈ വേഷം കെട്ടി നടക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അത് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അത് കഴിയുന്നെങ്കിൽ ഇന്ന് ഇതിനൊരു തീർപ്പുണ്ടാവണം എന്നുള്ള ഒരു ശാശ്വതമായ പരിഹാരമാണ്. കാര്യം ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം. അല്ല, ഇത് ചെറിയ പ്രായമാണ്. അപ്പൊ ഇവരെ തിരുത്താൻ വേണം. അത് കൃത്യമായി എല്ലാ സംവിധാനങ്ങളും നമ്മളെ പോലീസ് സേനയ്ക്കുണ്ട്. നമ്മൾ ഇത്രയും ഒരു ക്രൈം ഇവിടെ നടന്നിട്ട് അതിന് കൃത്യമായ അന്വേഷണം നടത്താനോ കണ്ടെത്താനോ സാധിക്കുന്നില്ലെന്ന് പറയുന്നത് ഈ ക്രൈം ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു പ്രചോദനം കൊടുക്കുകയാണ്. അതിന് നമ്മൾ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മളെല്ലാവരുടെയും സഹായവും സഹകരണവും ഇതിലേക്ക് നമ്മൾ അഭ്യർത്ഥിക്കണം. അതെ. ഈ ഒരു വാർത്ത കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ കഷ്ടം തോന്നുകയാണ് ആ ഒരു ഫാമിലിയുടെ അവസ്ഥ കേട്ടിട്ട്. നമുക്കാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള എൻ്റെ പൊന്ന് ഏമാന്മാരെ, എൻ്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും മൗനം ഒന്ന് വിടുക. എന്നിട്ട് ഈ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ ജുവനൈൽ ഹോമിലോ ഇവരെ ദുർഗുണ പരിപാഠശാലയിലോ അവിടെയൊക്കെ ആക്കുക. ഇവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണമൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക. ഈ കുട്ടികൾക്ക് ഇവരെ തല്ലണം എന്നല്ല പറയുന്നത്, ഇവർക്ക് നല്ല രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ഇപ്പോഴേ നമ്മൾ ഒരു ക്രിമിനൽസിനെ നമ്മുടെ രാജ്യത്തിന് വേണ്ട. നമ്മുടെ രാജ്യത്ത് ക്രിമിനൽസ് പെറ്റുപെരുകാതിരിക്കട്ടെ. ഒരു കുട്ടികളും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു വീഴ്ച ഇതിൽ വന്നിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അലക്ഷ്യത തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവർക്കെതിരെ ആദ്യം ഒരു പരാതി കിട്ടിയപ്പോൾ ജസ്റ്റ് ഈ കുട്ടികളെ വിളിച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയില്ലെങ്കിലും നല്ല രീതിയിൽ അവർക്ക് ഒരു താക്കീതെങ്കിലും കൊടുക്കുക, ഒരു കൗൺസിലിംഗെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ഒരു ബോധവൽക്കരണം ഇവരിലേക്ക് എത്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇവർ ഇത്രയും വലിയ പ്രശ്നമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തു തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ഈ കുടുംബത്തിന് നീതി ഉണ്ടാവണം, നീതി കൊടുക്കണം എന്ന് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട്.